അപ്പോൾ ഇടുക്കി ചില്ലീസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരമഹാന്മാരുടെ മുമ്പിൽ ഒരു പിടി റോസാപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ നമ്മുടെ ഗ്രാമത്തിലെ സ്വാതന്ത്ര്യദിന ആഘോഷവും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുണ്ടാവോ? അപ്പൊ നമ്മള് കുട്ടികള് അവര് സ്കൂളിലേക്ക് പോവുകയാണ് റാലിക്ക് വേണ്ടി. അപ്പൊ അവര് പഠിക്കുന്ന ഈ ഗ്രാമത്തിലല്ല, മറ്റൊരു സ്ഥലത്താണ്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ കുറേ കൊടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പൗരന്മാരും അതുപോലെ വ്യാപാരി വ്യവസായികൾ എല്ലാവരും കൂടി ഇവിടെ വ്യാപാരി വ്യവസായിയുടെ ആസ്ഥാനത്ത് പതാക ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആ പതാക ഉയർത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിലെ ഏറ്റവും കൊച്ചു സ്കൂളായിരിക്കുന്ന ഏക ഗവൺമെൻറ് സ്ഥാപനമായിരിക്കുന്ന ഞങ്ങളുടെ LP സ്കൂളുണ്ട്. ആ സ്കൂളിലെ കൊച്ചു കൂട്ടുകാരോടൊപ്പം പതാക ഉയർത്തുവാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം അവരുടെ മുമ്പിൽ നാം ശിരസ്സ് വയ്ക്കുക. അവരെ നമ്മൾ എപ്പോഴും എല്ലാ കാലവും ഓർത്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യം അതിനുശേഷം ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കും. തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും 75ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ 75ാമത് സ്വാതന്ത്ര്യദിന പതാക ഉയർത്തിക്കോ. गाहे तव जय गाथा जनगण मंगल गायक जय हे भारत भाग्य विधाता जय हे जय हे. ഞാൻ പങ്കെടുക്കുന്നില്ല, അന്ന് ഞാൻ കൽക്കത്തയിൽ ഒരു വീട്ടിൽ ഉപവസിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. ഗാന്ധിജി അത് പറയുമ്പോൾ 1947 ആഗസ്റ്റ് 14-ാം തീയതി ഇന്ത്യയിലെ കൽക്കട്ടയുടെ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നേർക്ക് പോരാടുകയായിരുന്നു. എന്തിന്റെ പേരിൽ? ജാതിയുടെ പേരിൽ. നമ്മുടെ രാജ്യം 1947 ആഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുസ്ലിം എന്നും ഹിന്ദു എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നതിന്റെ ദുഃഖത്തിലായിരുന്നു ഗാന്ധിജി. വർഗീയ കലാപം നടക്കുന്നു. നമ്മളുടെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ ഏക സ്കൂളാണ് LP സ്കൂളാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിലവിൽ പഠിച്ചവരാണ്. അപ്പോൾ ഈ നമ്മുടെ സ്കൂളിലെ കൂട്ടുകാരും ഒത്ത് നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. കൊച്ചു കൂട്ടുകാരാണ്. അപ്പോൾ അവരുടെ കുറച്ച് കലാപരിപാടികളും അതുപോലെ ഞങ്ങൾ പൗരാവലിയും വ്യാപാരികളെല്ലാം കൂടെ കൂടി ഒരു ചെറിയ റാലിയൊക്കെ ഉണ്ട്. സ്വാതന്ത്ര്യ വാർഷികം അല്ലേ ആചരിക്കുകയാണ്. അതോടൊപ്പം ഗവൺമെൻറ് LP സ്കൂൾ തീരത്തോട്ടിലെ നമ്മളും വളരെ അഭിമാനപൂർവ്വം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഒരുപാട് ധീരദേശാഭിമാനികളുടെ പ്രയത്നഫലമായിട്ട് അവർ പലപ്പോഴും നടത്തിയ നിരാഹാരം, ജയിൽവാസം, അങ്ങനെ അനവധി കഷ്ടപ്പാടിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം
കിട്ടിയത്. വിവിധ ഭാഷകൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ വേഷങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയത് മൂലമാണ്. ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുക ഈ അവസരത്തിൽ. തുടർന്നുള്ള മുന്നോട്ടുള്ള പന്താവികൾക്കും മാതാപിതാക്കൾക്കും ഇവിടുത്തെ PTA പ്രസിഡന്റിനും ഹെഡ് മാസ്റ്റർക്കും ടൗണിലുള്ള ആളുകൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നമ്മുടെ കുഞ്ഞുകുട്ടികളെ കൊണ്ടുപോകാൻ എല്ലാ പേരൻസുകളും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഫുൾ സ്വിങ്ങിൽ അടിപൊളിയായിട്ട് അവരങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. റാലിയൊക്കെ അങ്ങനെ തുടങ്ങാനായിട്ടുണ്ട്. അവരെല്ലാ രീതിയിലും പതാകയും തൊപ്പിയൊക്കെ ധരിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഈ കൂടെ ഇതുണ്ടോ, ഇതുപോലെ മാതാപിതാക്കന്മാരും ഉണ്ട്, അതുപോലെ മുത്തശ്ശന്മാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇത് എല്ലാവരും റാലിക്ക് വേണ്ടി ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ പതാകയൊക്കെ അങ്ങനെ വീശി ആഘോഷപൂർവ്വം അവരങ്ങനെ സന്തോഷിച്ച് നടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുക. ശ്യാമലാ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി പുല്ലകുസുമിത ദ്രുമദലശോഭിനി. ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് തീരത്തോടെ ഗവൺമെന്റ് LP സ്കൂളും മർച്ചന്റ് അസോസിയേഷനും ഡ്രൈവേഴ്സ് അപ്പോൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ വേണ്ടി വ്യാപാരി സമൂഹവും അതുപോലെ ഡ്രൈവേഴ്സ് യൂണിയനും പൗരാവലിയും അങ്ങനെ ആബാലവൃത്തം ജനങ്ങളെല്ലാം ഞങ്ങളുടെ ഈ ഘോഷയാത്രയിൽ കുഞ്ഞു കൂട്ടുകാരോടൊപ്പം പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ പതാക എന്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുടെ വിരുന്നാണ് നമുക്ക് ഒരുക്കുന്നത്. ഏകദേശം 75 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രയത്നിച്ച ധീരമഹാന്മാരുടെ മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. റാലിക്ക് 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി വൈകുന്നേര സമയത്ത് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ പതാകയായിരുന്ന യൂണിക് ജാക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പതാക ഇന്ത്യയുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പയ്യെ താന്നു തുടങ്ങി.
രാജ്യത്തിലെങ്ങും തെരുവോരങ്ങളിലൊക്കെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ അലയടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 12 മണിയോട് അടുത്ത സമയത്ത് രാജ്യത്തെ വനിതകളുടെ പ്രതിനിധിയായിട്ട് വനിതകൾ കൊണ്ടുവന്ന ത്രിവർണ്ണ ശോഭയിലുള്ള നമ്മുടെ കൈകളിലെത്തിക്കൊണ്ടിരിക്കുന്ന ഈ പതാക അങ്ങനെ അവരുടെ കൈകളിലെത്തി. പിന്നെ അടുത്ത പുലർക്കാലത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. ഇന്ത്യയുടെ മണ്ണിൽ ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ ഈ ത്രിവർണ്ണ പതാക പാറി നടക്കുന്നതിന് വേണ്ടി അതൊരു തുടക്കമായിരുന്നു. ഇന്ന് 1947 നിന്ന് 2022 നമ്മുടെ രാജ്യം എത്തി നിൽക്കുകയാണ്. ഏറെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയി. എങ്കിലും വിധ്വംസന പ്രവർത്തനങ്ങളും ഭീകരവാദങ്ങളും വംശീയ അധിക്ഷേപങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഒരു കണ്ണീർ ദുഃഖം തന്നെയായി നിലനിൽക്കുന്നു. എൻ്റെ ഇന്ത്യ ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാ സുഫലാ മലയജ ശീതലാ ശസ്യശ്യാമലാ മാതരം വന്ദേ മാതരം ശുഭ്രജോ. അപ്പോൾ കീർത്തോട് എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കൊച്ചു കൂട്ടുകാർ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള വ്യാപാരി സമൂഹം പൗരവലി എല്ലാം കൂടെ കൂടി ലഡു വിതരണം നടത്തുന്നുണ്ട്. നമുക്ക് മധുരമുള്ള ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്തോഷമുള്ള ദിവസമാണല്ലോ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം. അതും 75 വർഷങ്ങൾ പൂർത്തിയായി. എല്ലാവർക്കും ദയവുണ്ടോ ഇവിടെ ലഡു വിതരണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷകരമായിട്ടുള്ള ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ ഇപ്പം നിലവിൽ വീണ്ടും സ്കൂളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിൽ കൊച്ചു കൂട്ടുകാരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. അതിന് മുമ്പ് ഇവിടെ പായസമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ചേച്ചിമാരും പിന്നെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരൊന്നും ഘോഷയാത്രയ്ക്ക് വന്നിട്ടില്ല. ചേച്ചി എങ്ങനെയുണ്ട്? പായസമൊക്കെ റെഡിയായോ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇൻഡിപെൻഡൻസ് ഡേയുടെ 75ാം ആനിവേഴ്സറിയുടെ ഒരു സന്തോഷമാണ് നമുക്ക് അല്ലേ? എന്താണ് മുഖത്ത് അടിപൊളിയാണോ? പിന്നെ അപ്പോൾ നടക്കട്ടെ, പായസമൊക്കെ റെഡി ആകട്ടെ. എന്നാൽ കഴിച്ചിട്ട് തന്നെ പോകുന്നുള്ളൂ. ഹായ് കുഞ്ഞാവേ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഒരു ആശാനാണ് ആശാൻ കളരി. ഇപ്പോഴത്തെ കാലത്ത് ആശാൻ കളരി ഒന്നുമില്ല. അപ്പൊ ആശാന് നല്ല പ്രായമുള്ള ഒരു ആശാനാണ്. ഒരുപാട് കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത ഒരു ആശാനാണ്. അടിപൊളിയല്ലേ? അടിപൊളി. ഓക്കെ. ഡ്രൈവേഴ്സ് യൂണിയൻ ഇവരെല്ലാവരും കൂടി വളരെ വർണ്ണ ശബളമായ ഒരു ഘോഷയാത്ര തന്നെയാണ് നമ്മൾ കാഴ്ചവെച്ചത്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ കൊച്ചു ആഘോഷം നമ്മുടെ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് കൊച്ചു കൂട്ടുകാർക്കൊക്കെ പായസ വിതരണമൊക്കെ ഉണ്ട്. അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിലെ 2018 ശേഷം നടക്കുന്ന അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമാണ്. 2018 ഒരു ആഗസ്റ്റ് മാസമാണ് ഞങ്ങളുടെ കുറച്ച് പ്രിയപ്പെട്ടവർ പ്രളയത്തിൽ ഇവിടുന്ന് പോയത്. അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ദിവസം ഈ കൊച്ചു കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ പറ്റി. അപ്പോൾ അവരെല്ലാം കൂടി നമ്മൾ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉറക്കെ പറഞ്ഞോ. ഓക്കെ, താങ്ക് യു.